There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date. You're so fine, I'm so late. You sip wine, I drink straight. Don't waste time to my place. I feel my heart erase. So catch me if I fall. ഹേ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ജയ ട്രാവൽ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന സ്പോട്ട് വന്നിട്ട് കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലായ അഷ്ടമുടി കായലിൻ്റെ നടുവിലൂടെ നമുക്ക് ഓടിക്കളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇപ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മളെ സ്പോട്ട് വന്നിട്ട്. അപ്പോൾ നമ്മളെ സ്പോട്ട് വന്നിട്ട് സാമ്പ്രാണിക്കൊടിയാണ്. ആൻഡ് ഇവിടെ എത്തേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് വരുമ്പോൾ കൊല്ലം ബൈപ്പാസ് വഴിയാണ് വരുന്നത്. ആൻഡ് അവിടെ നിന്ന് കടവൂർ ബ്രിഡ്ജ് കഴിഞ്ഞ് റൈറ്റിലോട്ട് തിരിയണം. ആൻഡ് അവിടെ നിന്ന് അഞ്ചാലമ്മൂട് പ്രാക്കുളം വഴിയാണ് നമ്മളിവിടെ എത്തുന്നത്. അപ്പം ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സാമ്പ്രാണിക്കൊടി ബോട്ട് ജെട്ടിയിലോട്ടാണ്. അതായത് നമ്മുടെ DTPCയുടെ ബോട്ട് സർവീസിൻ്റെ ടെർമിനൽ 1 ആണ് ഞാൻ പോകുന്നത്. ആൻഡ് ഇത് കൂടാതെ നമുക്ക് ബോട്ടിൻ്റെ ടിക്കറ്റ്സ് ഒക്കെ എടുക്കാനായിട്ട് DTPCയുടെ 2 ടെർമിനൽസ് കൂടെ ഉണ്ട്. സോ അങ്ങനെ നമ്മൾ DTPCയുടെ ബോട്ട് സർവീസിൻ്റെ ടെർമിനൽ 1 എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന ഓപ്പൺ സ്പേസിലാണ് നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് കുറച്ച് അകത്തോട്ടുകൂടെ പാർക്ക് ചെയ്യാനായിട്ട് ഒരു 3-4 വണ്ടി കൂടെ പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട് അവിടെ. അപ്പോൾ ഇവിടെ പുറത്തൊക്കെ ഫുൾ ആയതുകൊണ്ട് നമ്മൾ എന്തായാലും വണ്ടി അകത്താണെന്ന് പാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റ്സ് എടുക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ്സ് വന്നിട്ട് പെർ പേഴ്സൺ 150 റുപ്പീസാണ്. ആൻഡ് 5 വയസ്സോ അതിന് താഴെയുള്ള കുട്ടികൾക്കും ടിക്കറ്റ്സ് എടുക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഇവിടുത്തെ പേയ്മെൻറ്റ് വന്നിട്ട് ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ബൈ ക്യാഷോ നമുക്കിവിടെ പേയ്മെൻറ്റ് നടത്താൻ പറ്റും. ആൻഡ് നമുക്കിവിടെ ഓൺലൈൻ ബുക്കിങ്ങിൻ്റെ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് DTPCയുടെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് സാമ്പ്രാണിക്കൊടിയുടെ ഇവിടെ ഓൺലൈനായിട്ട് നമുക്ക് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാവുന്നതുമാണ്. ആൻഡ് ഇവരുടെ വർക്കിംഗ് അവേഴ്സ് വന്നിട്ട് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4:30 വരെയാണ്. ആൻഡ് ഒരു 1:30 to 1:45 വരെയാണ് ഇവരുടെ ഒരു 15 മിനിറ്റ്സിൻ്റെ ഒരു ലഞ്ച് ബ്രേക്ക് കൂടെ ഇതിൻ്റെ ബിറ്റ്വീനിൽ വരുന്നുണ്ട്. ആൻഡ് നമുക്ക് അങ്ങനെ അധികം ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഒരു ഇതൊന്നും വന്നില്ല. കാരണം ഒരു ഉച്ച സമയമൊക്കെ ആയതുകൊണ്ട് വലിയ റഷൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബോട്ട് വരികയും ചെയ്തു. ആൻഡ് ശരിക്കും നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു വാക്ക് വേ കൂടെ കായലൊക്കെ കണ്ടു വരാനായിട്ടും. ആൻഡ് അധിക സമയം ഇവിടെ നിൽക്കാനായിട്ട് പറ്റിയില്ല, കാരണം ബോട്ടിൽ കയറി നമുക്ക് സാമ്പ്രാണിക്കൊടിയിലോട്ട് എത്തേണ്ടതാണ്. അപ്പോൾ ബോട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ സേഫ്റ്റി മെഷേഴ്സും പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതുപോലെ ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ അഷ്ടമുടി കായലിൽ കൂടെ സാമ്പ്രാണിക്കൊടി എത്താനായിട്ടുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ശരിക്കും നല്ല സൂപ്പർ വ്യൂ ആയിരുന്നു. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ ആയിരുന്നു ഇതുവഴി കൂടെ പോകാൻ. പക്ഷേ ഒരു 5 മിനിറ്റിൻ്റെ റൈഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ടെർമിനൽ 1 ടു സാമ്പ്രാണിക്കൊടി ഐലൻഡ് വരെ എത്താനായിട്ടുള്ളത്. എന്നാൽ ഈ 5 മിനിറ്റും നല്ല സൂപ്പർവായിരുന്നു. നമ്മൾ ഇതൊക്കെ കണ്ട് പോവാനായിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ സാമ്പ്രാണിക്കൊടി ഓൾമോസ്റ്റ് എത്താറായിരിക്കുകയാണ്. ശരിക്കും നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കാണാനായിട്ടും. ഇങ്ങനെ ബോട്ട്സും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ കിടക്കുന്ന കാണാനായിട്ട് നല്ല രസമാണ്. സൈഡിൽ ആൾക്കാർ നിന്ന് എൻജോയ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് ഫ്രണ്ടിൽ കണ്ടൽ കാടുകളുടെ ആ ഒരു ഇതും നമുക്ക് കാണാനായിട്ട് പറ്റും. ശരിക്കും നല്ല രസമുണ്ട്. അപ്പം നമ്മുടെ ബോട്ട് വന്നിട്ട് ഇതോ ആ കാണുന്ന ആ നീലൊരു പ്ലാറ്റ്ഫോമിലാണ് വന്ന് നിൽക്കുന്നത്. ആൻഡ് അവിടെ നിന്നാണ് നമ്മൾ പിന്നെ കയറേണ്ടതൊക്കെ.
അപ്പോൾ നമ്മളിവിടെ ഫൈനലി എത്തിയിരിക്കുകയാണ്. ആൻഡ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് ചുറ്റും കാണാൻ നല്ല രസമായിരുന്നു. ഒരു സൂപ്പർ വ്യൂ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ആൻഡ് ഞാൻ വന്ന ഒരു ഉച്ച സമയം കൂടെ ആയതുകൊണ്ട് വെയിലും കാര്യങ്ങളും ഉണ്ടെങ്കിലും അത്രയും ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നിയില്ല. കാരണം ആ തണുത്ത കാറ്റും എല്ലാം അടിച്ചപ്പോൾ ശരിക്കും വെയിൽ അത്രയും ഒരു പ്രോബ്ലം ആയിട്ട് തോന്നിയില്ല. അപ്പോൾ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് നമ്മളെ ഫുഡ് വെയർസ് ഒക്കെ ഊരിയിട്ടിട്ട് നമ്മൾ കായലിലോട്ട് ഇറങ്ങുന്നത്. ആൻഡ് ഈ കാണുന്ന ഈ പടി വഴി കൂടെയാണ് നമ്മൾ താഴെ കായലിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ പടിയൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ച് ഇറങ്ങാം. കാരണം സ്റ്റെപ്സ് വന്നിട്ട് സ്റ്റീപ്പ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പം ഇറങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് ഇറങ്ങാം. ശരിക്കും കായലിലിറങ്ങിയത് നല്ല രസമായിരുന്നു. മുട്ടോളം വരെ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും അടിപൊളി ഒരു ഫീലായിരുന്നു. അപ്പോൾ നമുക്കിവിടെ സൈഡിൽ കുറച്ച് ബോട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ നമ്മളെ മേരിലാൻഡ് ഐലൻഡിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്കധികം ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ ആദ്യം നമുക്ക് മേരിലാൻഡ് ഐലൻഡിലോട്ട് പോവാം. എന്നിട്ട് അതിനുശേഷം നമുക്ക് തിരിച്ച് സാമ്പ്രാണിക്കൊടിയിലോട്ട് വരാം. സാമ്പ്രാണിക്കൊടിയിൽ നിന്ന് തന്നെ അവിടെ നിന്ന് എന്നിട്ട് ടെർമിനൽ 1 നമ്മൾ ബോട്ട് കയറിയിട്ട് സാമ്പ്രാണിക്കൊടി എത്തി. അവിടെ നിന്ന് പിന്നെ ഇതുപോലെ ഒരു 100 രൂപയ്ക്ക് ഇവിടെ ഒരു ബോട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് മേരിലാൻഡ് ഐലൻഡിലോട്ട് ഒരു ട്രിപ്പ് ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ആദ്യം മേരിലാൻഡ് ഐലൻഡിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്കിനി മേരിലാൻഡ് ഐലൻഡിലോട്ട് പോകാം. ഇപ്പോൾ സാമ്പ്രാണിക്കൊടിയിൽ നിന്ന് മേരിലാൻഡ് ഐലൻഡ് വരെയുള്ള ആ ഒരു ബോട്ട് ചാർജ് എന്ന് പറയുന്നത് 100 രൂപ പെർ പേഴ്സൺ ആണ്. ആൻഡ് അവർ പറയുന്നത് 30 മിനിറ്റിൻ്റെ അകത്ത് നമുക്ക് പോയി വരികയും ചെയ്യാം. ആൻഡ് ശരിക്കും അപ്പോൾ നമുക്ക് കുറേ നേരം അഷ്ടമുടി കായലിൽ കൂടെ തന്നെ ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് പോവുകയും ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ മേരിലാൻഡ് ഐലൻഡിൽ എത്തുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ ഒരു അടിപൊളി ഫോട്ടോ സ്പോട്ടിൽ നമ്മളെ കൊണ്ടിവിടെ നിർത്തും. അപ്പോൾ ഇവിടെ നിന്ന് സൂപ്പർ ഫോട്ടോ എടുക്കാമെന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫോട്ടോ ഇവിടെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇനി അടുത്ത് മേരിലാൻഡ് ഐലൻഡിലോട്ട് പോകാം. ഇവിടെ അവർ നമ്മളെ നൈസായിട്ട് പറ്റിച്ചു. കാരണം നമ്മൾ മേരിലാൻഡ് ഐലൻഡിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ കാണിച്ച ആ 2 ബെഞ്ചിനുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഒരു 5 മിനിറ്റ് നിർത്തിയിട്ട് തിരിച്ച് നമ്മളെ സാമ്പ്രാണിക്കൊടിയിൽ തന്നെ കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് മാത്രം ഇങ്ങനൊരു സംഭവം നടന്നതാണോ അതോ ബാക്കിയുള്ളവരുടെ അടുത്തും ഇങ്ങനെയാണോ കാണിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മേരിലാൻഡ് ഐലൻഡ് ഇതുപോലെയൊക്കെ തന്നെയാണ്, കാണാൻ വലുതായിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു കൊണ്ടാക്കുകയാണ് ചെയ്തത്. എനിക്കത് ഭയങ്കര മോശമായിട്ട് തോന്നി. അപ്പോൾ നിങ്ങളും കയറുകയാണെങ്കിൽ ഒന്ന് ചോദിച്ചിട്ടൊക്കെ ഈ ഒരു സർവീസ് യൂസ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ സാമ്പ്രാണിക്കൊടി എത്തിയിരിക്കുകയാണ്. ശരിക്കും നല്ല രസമുണ്ട് ഈ ഒരു പ്ലേസിൽ നിൽക്കാനായിട്ടും. എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും കായലിൽ കൂടെ നടക്കാം. മുട്ടോളം വരെ വെള്ളമുള്ളൂ എൻ്റെ. ശരിക്കും നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ആ ഒരു സൈഡിൽ വന്നിട്ട് കടകളും കാര്യങ്ങളൊക്കെയാണ്. കടകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഉപ്പിലിട്ടതും പിന്നെ ജ്യൂസും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കടകളാണ്. ആൻഡ് ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞ കണക്ക് മേരിലാൻഡിൽ പോകാനുള്ള ബോട്ടുകളും ആൻഡ് ആ സൈഡിൽ വന്ന് നമുക്ക് അടിപൊളി ഫോട്ടോ സ്പോട്ട്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ശരിക്കും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ ശരിക്കും ഇവിടെ എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇനി അങ്ങോട്ടേക്ക് പോവാണ്. ശരിക്കും നല്ല രസമുണ്ട് ഈ ഒരു കായലിൽ കൂടെ ഇങ്ങനെ നടക്കാനായിട്ട്. കായലിൽ നടക്കുന്ന ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ആൻഡ് ആ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കുഞ്ഞു കുഞ്ഞു കടകളും കാര്യങ്ങളും ഒക്കെ. ഓരോ ഇവിടെ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ മരങ്ങളിൽ നിന്ന് നമുക്ക് സൂപ്പർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. ആൻഡ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട് കേട്ടോ.
ശരിക്കും ഒരു സൂപ്പർബ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഈ കായലിൻ്റെ നടുക്കൂടെ നടക്കാനായിട്ട്. അല്ലാതെ അങ്ങനെ വലിയ ഒരു ഇവിടെ അങ്ങനെ കാണാത്തൊക്കെ വലിയ അങ്ങനെ കാഴ്ചകളൊന്നും തന്നെ ഇല്ല. പക്ഷെ കുറച്ച് നേരം നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്ന് അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സൂപ്പർ പ്ലേസ് ആണ്. ശരിക്കും ഒരു ഫൺ പ്ലേസ് തന്നെയാണിത്. നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ഇതിൻ്റെ പുറത്തൊക്കെ നടക്കാം, കളിച്ച് ജീവിച്ചൊക്കെ ഇവിടെ തന്നെ നിൽക്കാം നമുക്ക്. അപ്പോൾ ശരി, നമുക്കിനി അങ്ങോട്ടേക്കൊക്കെ പോയി നോക്കാം. അപ്പോൾ ഇവിടെ ശരിക്കും എല്ലാവരും ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് തകർക്ക് തന്നെയാണ്. ആൻഡ് ഈ ഒരു കായലിൻ്റെ നടുക്കൂടെ, അതും നമ്മുടെ ആഴംകൂടി അഷ്ടമുടി കായലിൻ്റെ നടുക്കൂടെ ഇങ്ങനെ നടക്കാൻ പറ്റുന്നതെന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു എന്താ പറയുക, നമ്മുടെ നേച്ചറിൻ്റെ ഒരു വണ്ടർ എന്ന് തന്നെ പറയാം. അത്രയും ഒരു അതിശയമുള്ളൊരു കാര്യം തന്നെയാണല്ലേ. ആൻഡ് നമുക്ക് ഈ മരത്തിൻ്റെ ഈ സൈഡിലൊക്കെ വന്നിട്ട് നമുക്ക് ഇതേ കണക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടുള്ള ഫോട്ടോസൊക്കെ കിട്ടും കേട്ടോ നമുക്ക്. ആൻഡ് ഇൻ ബിറ്റ്വീനിൽ തന്നെ ഐ ലവ് സാമ്പ്രാണിക്കൊടി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സൈഡിൽ നിന്ന് നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ കായലിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈഡിൽ ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മരത്തിൻ്റെ കൊമ്പുകൾ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ നിന്നും കുഞ്ഞു കൊമ്പുകൾ താഴെയുണ്ട്. നമ്മളത് നടക്കുമ്പോൾ തട്ടി കാലൊക്കെ മുറിയാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് വേണം നടക്കാനായിട്ട്. നമുക്ക് കുറേ ദൂരം ഇതുപോലെ നടന്ന് പോവാനായിട്ട് പറ്റും. ആൻഡ് ഇവിടെ നിന്ന് തിരിച്ച് പോകാനായിട്ടേ നമുക്ക് തോന്നത്തില്ല. അത്രയും നല്ല രസമുണ്ട് ഇങ്ങനെ നടക്കാനായിട്ട് ഈ കായലിൽ കൂടെ. ആൻഡ് വെയിലൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഈ കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്രയും ഒരു ഡിസ്റ്റർബിങ് ആയിട്ടൊന്നും എനിക്ക് വെയിൽ തോന്നിയില്ല. ഈ ഒരു സ്ഥലത്ത് നമ്മൾ നോക്കുമ്പോൾ കുട്ടികളായാലും മുതിർന്നവരായാലും ഏത് ഏജ് കാറ്റഗറിയിലുള്ളവരായാലും ശരിക്കും എൻജോയ് ചെയ്യുകയാണ്. എല്ലാവരും കുട്ടികളാവുകയാണ് ഇവിടെ വരുമ്പോഴത്തേക്കും. അത്രമാത്രം ഒരു എൻജോയ്മെൻറ്റ് വൈബ് തന്നെയാണ് നമുക്കിവിടെ ഈ ഒരു സാമ്പ്രാണിക്കൊടിയിൽ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഗൈസ്, ഇവിടെ ഇതൊക്കെയാണ് കാണാനായിട്ടുള്ളത്. ശരിക്കും ഒരു സൂപ്പർബ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അവിടെ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ പോകുന്നതും നമ്മൾ വന്നതുപോലത്തെ പ്രോസസ്സ് തന്നെയാണ്. ഇതുവഴി കൂടെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇതുവഴി കൂടെ കയറിയിട്ട് നമ്മൾ ബോട്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ടെർമിനൽ 1 പോകുന്ന ബോട്ടിൽ തന്നെയാണ് നമ്മൾ തിരിച്ച് പോവേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇവിടെ ഒരുപാട് ടെർമിനൽസ് ഉണ്ട്. അപ്പം അവരുടെ അടുത്ത് ചോദിച്ചു വേണം തിരിച്ച് കയറാനായിട്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ബോട്ടിലിറങ്ങി ഇവിടെയാണ് വന്ന് നിൽക്കുന്നത്. ഇവിടെ വന്ന് നിന്ന് നമ്മൾ ഇവിടെ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് ഇത് ആ പടിക്കെട്ടുകൾ കൂടെ ഇറങ്ങി താഴോട്ട് പോകുന്നത്. ആൻഡ് ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള പടിയാണ്. അപ്പം സൂക്ഷിച്ച് ഇറങ്ങണം. ആൻഡ് തിരിച്ച് നമ്മൾ സാമ്പ്രാണിക്കൊടിയൊക്കെ കണ്ടിട്ട് ഇതേ സ്ഥലത്ത് തന്നെ വന്ന് നിൽക്കണം. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ടെർമിനലിൽ ചോദിച്ചിട്ട് വേണം ബോട്ട് കയറാനായിട്ട്. ആൻഡ് നമ്മൾ വന്ന അത്ര സ്പീഡിൽ നമുക്ക് തിരിച്ചു പോകാനായിട്ട് പറ്റിയില്ല. കാരണം നമ്മൾ ടെർമിനൽ 1 ബോട്ടും കാത്ത് കുറേ നേരം അവിടെ കുറ്റിയടിച്ച് നിൽക്കേണ്ടി വന്നു. അങ്ങനെ മറ്റുള്ള ടെർമിനലുകളുടെ ബോട്ടുകൾ വരുന്നതും പോകുന്നതും കണ്ട് കുറേ നേരം ഞാൻ ഇവിടെ തന്നെ നിന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ ബോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി തിരിച്ച് ടെർമിനൽ 1 ആ സ്റ്റേഷനിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ടെർമിനൽ 1 തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും അഷ്ടമുടി കായലിൽ കൂടെയുള്ള ബോട്ട് റൈഡ് പെട്ടെന്ന് തീർന്ന പോലെ എനിക്ക് തോന്നിയത്. എന്തായാലും ഒരു 5 മിനിറ്റ് നമുക്ക് ഈ കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഈ ഒരു റൈഡ് നമുക്ക് വരാനായിട്ട് പറ്റി. അപ്പോൾ നമുക്കിനി ടെർമിനൽ 1 ഇറങ്ങിയിട്ട് ഇവിടെ കുറച്ച് നേരമൊക്കെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമുക്കിനി തിരിച്ചു പോകാം.
അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ടെർമിനൽ 1 എത്തിയിരിക്കുകയാണ് സാമ്പ്രാണിക്കൊടിയുടെ. അപ്പോൾ ഇതൊക്കെയാണ് സാമ്പ്രാണിക്കൊടിയിൽ കാണാനായിട്ടുള്ള കാഴ്ചകൾ. നല്ല രസമായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ കായലിങ്ങനെ നടക്കാനും എല്ലാം നല്ല സൂപ്പർബായിരുന്നു. അപ്പം നമ്മൾ ഒരു കുറേ നേരം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് ബോട്ട് കയറി ഇവിടെ ടെർമിനൽ 1 തന്നെ എത്തി. പിന്നെ എനിക്കൊരു സംഭവം പറ്റിയെന്ന് വെച്ചാൽ നമുക്ക് മേരിലാൻഡ് ഐലൻഡിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുപോയി. ആൻഡ് അവിടെ ബിറ്റ്വീനിൽ ഏതോ ഒരു സ്ഥലത്ത് ഞാൻ വീഡിയോയിൽ കാണിച്ച കണക്ക് നമ്മളെ നിർത്തി ഫോട്ടോ എടുത്തു. എന്നിട്ട് നമ്മളെ തിരിച്ചു കൊണ്ടുവന്നു. അതിൻ്റെ തൊട്ടപ്പുറത്താണ് മേരിലാൻഡ് ഐലൻഡ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുപോയില്ല, നേരെ തിരിച്ചും കൊണ്ടുവന്നു. അപ്പോൾ അതെനിക്കൊരു നല്ല കാര്യമായിട്ട് തോന്നിയില്ല. കാരണം അത് 100 രൂപ മേടിച്ച് അവിടം വരെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുപോയില്ല. അത് മാത്രമേ എനിക്ക് അവിടെ ഒരു ബോറായിട്ട് തോന്നിയൊരു കാര്യമാണ്. ഓക്കെ, ബാക്കി എക്സ്പീരിയൻസ് ഒക്കെ പറയുകയാണെങ്കിൽ നല്ല സൂപ്പർബ് എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സൂപ്പർബ് സ്പോട്ട് തന്നെയാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ പ്ലേസ് ഒരിക്കലെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ടെർമിനൽ 1 ഇരിക്കുന്നത്. അപ്പോൾ ടെർമിനൽ 1 ഇതുപോലെ വെയിറ്റ് ചെയ്തിരിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ബെഞ്ചസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു കഫറ്റീരിയ ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ വന്ന് ടിക്കറ്റ്സ് എടുക്കുന്ന, കഫറ്റീരിയയുടെ ഫ്രണ്ട് സൈഡിൽ വന്നിട്ട്. ശരിക്കും ഈവനിങ് ടൈമൊക്കെ ഇവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ നല്ല രസമുണ്ട്. ഇവിടെ ഇരുന്നിട്ട് അധികം വെയിലും ഇല്ല. ഇവിടെ ഇരുന്നിട്ട് ഈ ഒരു കായലിലെ കാഴ്ചയൊക്കെ കണ്ടിരിക്കാനായിട്ട് ശരിക്കും നല്ല രസമാണ്. പൊതുവേ എനിക്കിങ്ങനെ ശാന്തമായ പ്ലേസുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആകെ ഈ കയറുന്നതിൻ്റെ ഈ ഒരു ബഹളം മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു പീസ്ഫുൾ ഏരിയയാണ് നമുക്കിവിടെ എൻജോയ് ചെയ്തിരിക്കാനുമായിട്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ശരി, ഓക്കെ, ബൈ.